പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 37ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദേഹത്തിൽ ഞാനിതി ദൃഢാഹന്തമർത്യനതിമോഹത്തിനാസ്പദമതർക്കോഹം വിവേകമൊടരോഹം വിനാപി നിജസോഹം നിലക്കിടവരാ ആഹന്യമാനമപി ലോകത്തിനമൃദുതദാഹത്തെ വിട്ടുവരികില്ലാഹന്ത തൽപ്പളനിഗേഹസ്തവന്നിമയിലേഹത്തിലേറി വരണം. ദേഹത്തിൽ ഞാനിതി ദൃഢാഹന്തമത്യനതിമോഹത്തിനാസ്പദമതർക്കോഹം വിവേകമൊടരോഹം വിനാപി നിജസോഹം നിലക്കിടവരാ ആഹന്യമാനമപി ലോകത്തിനമൃദുതദാഹത്തെ വിട്ടുവരികില്ലാഹന്ത തൽപ്പളനിഗേഹസ്ഥവന്നിമയിലേഹത്തിലേറി വരണം. ഇതാണ് ശ്ലോകം. ദേഹത്തിൽ ഞാൻ ഇതി, ദേഹമാണ് ഞാൻ എന്നുള്ള അഥവാ ദേഹോഹം എന്ന ദൃഢാഹന്ത, ദൃഢമായ അഹന്ത, മർത്യന്, മനുഷ്യന് അതിമോഹത്തിന് ആസ്പദം, അതിമോഹത്തിന് അടിസ്ഥാന കാരണമാണ്. അഹം അതർക്ക, അഹം എന്ന കാര്യത്തിലുള്ള തർക്കം ഇല്ലാതെ അല്ലെ ആ തർക്കത്തെ ഉപേക്ഷിച്ച് വിവേകമൊടെ, വിവേകത്തോടുകൂടി നിജരോഹം വിന, സ്വയം ഉദ്ധരിക്കാനുള്ള സാധന കൂടാതെ സോഹമപി, അത് ഞാൻ തന്നെയാകുന്നു, അതായത് ബ്രഹ്മാഹം എന്ന തരത്തിലുള്ള നിലയ്ക്ക് ഇടവര. ആ നില കൈവരിക്കാൻ സാധ്യമല്ല. ആഹന്യമാനം അപി, ഹനിക്കപ്പെട്ടു പോകുന്നതാണെങ്കിലും ലോകത്തിന് അമൃദു അഹത്തെ, ആ സൂക്ഷ്മമായ അഹത്തെ തഥാ വിട്ടുവരികിൽ, അപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നതാകിൽ, ആഹന്ത അത്ഭുതം തന്നെ, തൽപ്പളനി ഗേഹസ്തവന്നി, ആ പളനിയാകുന്ന ഗേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ജ്ഞാനാഗ്നി അഥവാ ജ്യോതിസ്വരൂപം മൈലിലേറി ഏഹത്തിൽ വരണം. മൈലിലേറി വേഗം അടുത്തു വരണം. ഏഹം എന്ന് പറയുന്നത് അടുത്ത് എന്നർത്ഥത്തിലാണ്. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ദേഹോഹം, അതായത് ഞാൻ ശരീരമാകുന്നു എന്ന തരത്തിൽ ദൃഢീകരിച്ച അഹന്ത സത്യാസത്യ വിവേചന ബുദ്ധി ആർജിച്ചെടുക്കാൻ തടസ്സമായി ഭവിക്കുന്നതാണ്. ഇക്കാര്യം മനസ്സിലാക്കി സ്വയം ഉദ്ധരിക്കാൻ ശ്രമിക്കാതിരുന്നാൽ സോഹം, സാ അഹം, അത് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന തരത്തിലുള്ള ബ്രഹ്മ സാക്ഷാത്കാരം സാധിക്കാതെ പോകും. ഈ ലോകം ഹിംസാത്മകമാണെങ്കിലും അഹം എന്ന സൂക്ഷ്മമായ അഹന്താഭാവത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ അപ്പോൾ തന്നെ ആ പളനിയാകുന്ന ഗേഹത്തിൽ വസിക്കുന്ന ജ്യോതിസ്വരൂപം, ജ്ഞാനാഗ്നി സ്വരൂപനായ സുബ്രഹ്മണ്യൻ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ്. ആശ്ചര്യം തന്നെ. ദേഹാഭിമാനം ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമാണ്. ജീവപ്രകൃതി ആഹന്യമാനമാകുന്നു അഥവാ ഹിംസാത്മകമാകുന്നു എന്ന ബോധത്തിൻ്റെ അഭാവമാണ് ദേഹാഭിമാനത്തിന് കാരണമായി ഭവിക്കുന്നത്. ഏത് സമയത്തും
അന്യജീവികളാൽ ഭക്ഷിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടിട്ടോ നശിച്ചു പോകുന്ന വിധത്തിലാണ് പ്രകൃതി സർവ്വജീവികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സർവ്വജീവികളും പരസ്പരം അന്നങ്ങളാണ്. ജീവശരീരങ്ങളിൽ പോലും പരാന്നഭോജികളായ ജീവികളും രോഗാണുക്കളും അസംഖ്യമായി കാണപ്പെടുന്നുണ്ട്. വിരാകൃമി തുടങ്ങിയ എത്രയോ ജീവികളാണ് ഓരോ മനുഷ്യ ശരീരത്തിലും. എത്ര ദൃഢഗാത്രനായ ആളിൻ്റെ ശരീരത്തിൽ പോലും വസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശരീരത്തിൻ്റെ വടിവും ബലവുമൊക്കെ അഭിമാനപൂർവ്വം നോക്കിക്കാണുന്നവർ ദേഹാഭിമാനികളാണ്. വാസ്തവത്തിൽ ഈ ശരീരത്തിന് യാതൊരു അർത്ഥവുമില്ല. അത് ജഡാത്മകമാണ്. ഏത് സമയത്തും അത് നശിച്ചു പോകാം. ശ്വാസമൊന്ന് വിളങ്ങിയാൽ മതി, അല്ലെ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി ദേഹം നശിച്ചു പോകാൻ. ദേഹത്തിന് യാതൊരു സ്ഥിരതയുമില്ല. എന്നാൽ ശരീരത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന ആത്മാവിൻ്റെ കാര്യം അങ്ങനെയല്ല. ഓരോ ജീവശരീരത്തിലും കുടികൊള്ളുന്നത് പരമാത്മാവിൻ്റെ തന്നെ ഭാഗമാണ്. പരമാത്മാവ് തന്നെയാണ് അനേക കോടി ജീവാത്മാക്കളായി ഭാവം പകർന്നാടുന്നത്. ഏകവും അഖണ്ഡവുമായ പരമാത്മാവ് നിത്യവും അതുപോലെ അഖണ്ഡവും ഏകവുമായതുകൊണ്ട് അതിനൊരിക്കലും യാതൊരു നാശവുമില്ല. പക്ഷേ ശരീരം അങ്ങനെയല്ല. ശരീരം ഏതു സമയത്തും നശിച്ചു പോകുന്നതാണ്. ആത്മജ്ഞാനം സ്വയമേവ ലഭിക്കുന്നതല്ല. അത് സ്വയം ഉദ്ധാരണത്തിന് വേണ്ടി തയ്യാറാകുന്നവർക്ക് മാത്രം സംസിദ്ധമായി തീരുന്ന ജ്ഞാനാനുഭൂതിയാണ്. സുബ്രഹ്മണ്യ തത്വത്തെ സൃഷ്ടിന്മുഖ സംഹാര തത്വപ്പൊരുളായി ധ്യാനസാധനയിലൂടെ വെളിപ്പെടുത്തി എടുക്കാൻ നിർവ്യാജ യത്നം നടത്തുന്നവരുടെ ഹൃത്തിൽ ആ ജ്ഞാനതേജസ് സ്വയമേവ വെളിപ്പെട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് ബലാത്കാരമായി പിടിച്ച് സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അത് സ്വയം വെളിപ്പെട്ട് കിട്ടണം. വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് അതിന് പരിപക്വമായിത്തീരണം. ആ പരിപക്വത ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് സത്യസാക്ഷാത്കാര സാധന ആവശ്യമായി തീരുന്നത്. സ്വയം ഉദ്ധാരണ യത്നം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. അതാണ് ഈ ശ്ലോകത്തിലൂടെ, ഇക്കാര്യമാണ് ഗുരു സമർത്ഥിച്ചു തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.